സോളാർ ഫെൻസിങ് സക്സസ് ആണ്. കാരണം ഇതിനകത്ത് വന്ന ഈ ഷോക്ക് അടിക്കുന്ന സമയത്ത് തന്നെ ഈ ആന പിൻവലിയുന്നുണ്ട്. പക്ഷേ ഒരു സമയത്ത് ഒരു കമ്പ് വീണ് കഴിഞ്ഞാൽ അതെടുത്ത് കളയുക, അല്ലെങ്കിൽ വള്ളി കയറിയാൽ അതെടുത്ത് മാറ്റുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. ഈ സോളാർ ഫെൻസിങ് തന്നെയാണ് ഇതിനകത്ത് പ്രായോഗികമായിട്ട് നിലവിൽ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞതും ആയിട്ടുള്ള രീതിയിൽ. മറ്റത് ട്രെഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയ്ക്ക് ട്രെഞ്ച് ഒരു പ്രായോഗികമല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഇതുപോലുള്ള ചരിഞ്ഞ പ്രദേശങ്ങളാണ് കൂടുതലും ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു ചരിവുള്ള പ്രദേശങ്ങളിൽ ട്രെഞ്ച് എടുത്തു കഴിയുമ്പോൾ അവിടെ മണ്ണൊലിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, നീരുറവകളുള്ള തടസ്സങ്ങളുണ്ടാവും, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. പിന്നീട് ഈ ചരിവായതുകൊണ്ട് തന്നെ അടുത്ത മഴക്കാലം വരുമ്പോൾ അതിലേക്ക് മണ്ണൊലിച്ചിറങ്ങി ആ ട്രെഞ്ച് നേടും. പിന്നെ ട്രെഞ്ച് എടുക്കുന്നതിന് ഈ പറയുന്ന സോളാർ ഫെൻസിങ് 1 കിലോമീറ്റർ എടുക്കുമ്പോൾ ട്രെഞ്ച് എടുക്കുന്നതിന് വലിയൊരു തുക മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഉള്ള ഈ പരിസ്ഥിതി ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് നമുക്കവിടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സോളാർ ഫെൻസിങ് തന്നെ ചെയ്ത് അത് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വന്യമൃഗങ്ങളുടെ ഈ ഇറങ്ങി കൃഷിയിലേക്ക് വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും.